മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ച രാഹുലിനെ പോലീസിന്റെ വൻ സുരക്ഷാ വലയത്തിൽ ജയിൽ മോചനം. പ്രതിഷേധവുമായി എത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചു. സംഘർഷത്തിനിടെ കുഴഞ്ഞു വീണ പ്രവർത്തകനെ വഴിയിൽ ഉപേക്ഷിച്ച് മറ്റ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് മടങ്ങി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത്. വൈകിട്ട് 5:30 ജയിൽ മോചനത്തിനുള്ള കോടതിയിൽ നിന്നുള്ള ഉത്തരവുമായി ബന്ധു മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെത്തി. അപ്പോഴേക്കും ജയിൽ വളപ്പിലാകെ പോലീസ് രാഹുലിനായി സുരക്ഷാ വലയം തീർത്തിരുന്നു. അവിടെ നിന്നിരുന്ന യുവമോർച്ച പ്രവർത്തകരെ ആദ്യം തന്നെ പുറത്തിറക്കി. ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ രാഹുലിന് സുരക്ഷ ഒരുക്കാനായി മാധ്യമപ്രവർത്തകരെ തള്ളി നീക്കി കാറിലേക്കുള്ള വഴി സുഗമമാക്കി. എന്നാൽ ജയിൽ വളപ്പിന് പുറത്ത് പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകർ കാത്തുനിന്നിരുന്നു. കാറിന് മുന്നിൽ കരിങ്കൊടി കാട്ടിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചു. തളർന്നു വീണ സുജിത് കാർത്തിയപ്പള്ളി എന്ന പ്രവർത്തകനെ വഴിയിൽ ഉപേക്ഷിച്ച് മറ്റു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി. പിന്നീട് മറ്റു പ്രവർത്തകർ എത്തിയാണ് സുജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഞങ്ങൾ ഇത് മാത്രം കാണിച്ചു മാന്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ നടത്തിയത്. നമ്മുടെയൊക്കെ പോലീസുകാർ വന്ന് പറഞ്ഞായിരുന്നു കോടതിക്കകത്ത് പ്രതിഷേധിക്കരുത്, കോടതിക്ക് പുറത്ത് എന്ന് ഇത് ചെയ്താൽ പറഞ്ഞു പ്രതിഷേധിച്ചോളം പറഞ്ഞാൽ നമ്മൾ കോടതിയുടെ വെളിയിൽ നിന്ന് റോഡിൽ നിന്നാണ് നമ്മൾ ഇത് ചെയ്ത് പ്രതിഷേധിച്ചത്. രാഹുലിന് സുരക്ഷ ഒരുക്കുകയും പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന കേരള പോലീസ് ലൈംഗിക പീഡന കേസിലും രാഹുലിന്റെ രക്ഷകരാകുമോ എന്ന് സംശയിക്കുന്നതായി BJP ചൂണ്ടിക്കാട്ടി. ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്ത ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യത്തെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ പോലും കേരളത്തിലെ പോലീസ് അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ ആരെയാണ് സംരക്ഷിക്കുന്നത്? ഇവിടുത്തെ ജനങ്ങളെയാണോ? ജനങ്ങളുടെ അഭിപ്രായം അവരുടെ ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോലും കഴിയാത്ത തരത്തിൽ യുവമോർച്ച പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ആസൂത്രിതമായിട്ടുള്ള മർദ്ദനമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയാണ് കേരളത്തിലെ പോലീസ് നിലകൊള്ളുന്നതിന്റെ വ്യക്തമായ തെളിവാണ്. സംഘർഷത്തിൽ പരിക്കേറ്റ യുവമോർച്ച പ്രവർത്തകൻ സുജിത് കാർത്തിയപ്പള്ളി മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.